ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും എന്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ശ്രീമന്നാരായണീയത്തിലെ 3-ാമത്തെ ദശകമായ ഭക്തി പ്രാർത്ഥന, അതിലെ 6-ാമത്തെ ശ്ലോകം വായിച്ചിട്ട് അതിന്റെ അർത്ഥം പറയാട്ടോ. 1-ാമത്തെയും 2-ാമത്തെയും ദശകത്തിലെ ശ്ലോകങ്ങള് അർത്ഥസഹിതം വീഡിയോ ചെയ്തിട്ട് പ്ലേലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ആഡ് ചെയ്യാട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ കാണൂട്ടോ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഭവത് ഭക്തിസ്താവത് പ്രമുഖമധുരാ ത്വദ്ഗുണരസാം കിമപ്യാരൂഢാധേ അഖില പരിതാപ പ്രശമനീ പുനശ്ചാന്തേ സ്വാന്തേ വിമല പരിബോധോദയമിളൻ മഹാനന്ദാദ്വൈതം ദിശതി കിമത പ്രാർത്ഥ്യമപരം. നമുക്ക് അർത്ഥം നോക്കാം. ഭവത് ഭക്തി സ്ഥാവത്. ഭവത് പ്ലസ് ഭക്തി പ്ലസ് താവത്. ആ ഭഗവാനുള്ള അങ്ങയിലുള്ള ഭക്തി. താവത് ഒന്നാമതായി. പ്രമുഖ മധുര എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദ്യം മുതൽക്ക് തന്നെ മധുരമുള്ളതാണ്. തുടക്കം തൊട്ട് തന്നെ മധുരമുള്ളതാണ്. എന്തുകൊണ്ടാണ് അങ്ങയിലുള്ള ഭക്തി തുടക്കം തൊട്ട് തന്നെ മധുരമുള്ളതാണെന്ന് പറയുന്നത്? അതാണ് പറയുന്നത് അടുത്ത്. ത്വത് ഗുണരസാത്. അങ്ങയിലുള്ള ആ ഗുണരസം കൊണ്ട് തന്നെയാണ് മധുരമായിട്ടുള്ളത് എന്ന് പറയാണ്. എന്താണ്? ഇപ്പോ ഭഗവാന്റെ കഥകള് പറയുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്യുമ്പോ നല്ല രസാണല്ലേ. ഭഗവാന്റെ കഥകൾ പറയാനും കേൾക്കാനും ഒക്കെ നല്ല രസമാണ്. അപ്പോ ആ ഭഗവാന്റെ കഥകളൊക്കെ ഇങ്ങനെ പറയുമ്പോ നമുക്ക് ഇങ്ങനെ എന്തുണ്ടാവുന്നു? ആനന്ദം ഉണ്ടാവുന്നു അല്ലെ. അപ്പോ നമ്മള് ഇതിന് മുമ്പത്തെ ദശകങ്ങളിലൊക്കെ മനസ്സിലാക്കി ഭഗവത് കഥകള് കേൾക്കുന്നതാണ് ഭക്തി വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു അല്ലെ. അപ്പോ ഈ ഭഗവാന്റെ കഥകള് കേൾക്കുകയോ പറയുകയോ ഒക്കെ ചെയ്യുന്നത് എന്താണ്? സന്തോഷവും അതുപോലെ തന്നെ അത് മധുരവുമാണ് എന്ന് പറയാണ്. അപ്പോ ഭക്തി വർദ്ധിപ്പിക്കുന്നതിന് നമ്മള് കഥാശ്രവണം ഏറ്റവും ഉത്തമമാണ്. അതുപോലെ അങ്ങനെ ഭക്തി വർദ്ധിക്കുമ്പോ എന്തുണ്ടാവുന്നു? കിമപ്യാരൂഢ. കിം പ്ലസ് അഭി പ്ലസ് ആരൂഢ പ്ലസ് ചേത്. കിം പ്ലസ് അഭി എന്ന് പറ കുറച്ചൊന്ന്. കിമഭി കുറച്ചൊന്ന്. ആരൂഢ ഉയർന്നുവെങ്കിൽ. ആ ഭക്തി കുറച്ചൊന്ന് വർദ്ധിച്ചു എങ്കിൽ എങ്കിൽ അഖില പരിതാപ പ്രശമനി. അഖിലം പറഞ്ഞതാണ് എല്ലാം. പരിതാപം എല്ലാ താപങ്ങളെയും പ്രശമനി ഇല്ലാതെയാക്കും, നശിപ്പിച്ചു കളയും. എല്ലാ താപങ്ങളും ഇല്ല. ഭക്തി കുറച്ചുകൂടി ഇങ്ങനെ വർദ്ധിച്ചു വരുമ്പോ എന്തുണ്ടാവുന്നു? എല്ലാ താപങ്ങളും ക്ലേശങ്ങളും ഒക്കെ ഇല്ലാതായിത്തീരുന്നു എന്ന് പറയാണ്. പുനശ്ചാന്തേ സ്വാന്തേ വിമല പരിബോധോദയമിളൻ. പുനശ്ചാന്തേ പുനഃ പ്ലസ് അന്തേ. വീണ്ടും അന്തേ എന്ന് പറഞ്ഞ അവസാനത്തില്. അപ്പോ ആ ഭക്തിയുടെ അങ്ങേയറ്റത്ത് എത്തുമ്പോ സ്വാന്തേ. സ്വാ പ്ലസ് അന്തേ എന്ന് പറഞ്ഞാൽ ആ ഭക്തന്റെ ഉള്ളില്, ആ ഭക്തന്റെ ഹൃദയത്തില് വിമല പരിബോധോദയമിളൻ. വിമലം എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ. പരിബോധം പറഞ്ഞ ജ്ഞാനം എന്നാണ് അർത്ഥം. പരിബോധോദയമിളൻ ആ പരിശുദ്ധമായ ആ ജ്ഞാനം ഉദിക്കുന്നു, ഉദയം കൊള്ളുന്നു. ഈ ഭക്തി ഇങ്ങനെ വർദ്ധിക്കുമ്പോ ആ ഭക്തന്റെ ഉള്ളില് എന്തുണ്ടാവുന്നു? ജ്ഞാനം ഉദിക്കുന്നു. അപ്പോ ആ ജ്ഞാനം മിളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ ജ്ഞാനോദയത്തിനോടൊപ്പം എന്താ ഉണ്ടാവുന്നത് എന്ന് പറയാണ്. ആ ജ്ഞാനം അങ്ങനെ ഉദിക്കുമ്പോ ജ്ഞാനത്തോടൊപ്പം മഹാനന്ദാദ്വൈതം, ആ അദ്വൈതാനുഭൂതിയാകുന്ന ആ മഹാനന്ദാഭൂതി ദിശതി കിട്ടുന്നു. ആ എന്ന് പറഞ്ഞാല് ഈ പരമമായ ജ്ഞാനം നേടിക്കഴിയുമ്പോ എന്താ ഉണ്ടാവുന്നത്? താനും ബ്രഹ്മവും ഒന്ന് തന്നെയാണ് എന്ന് അറിയുന്നു.
താനും ബ്രഹ്മവും ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കുമ്പോ അത് വേറെ വേറെ അല്ല, വേറെ വേറെ ഉള്ളതിന് എന്താ പറയാ, ദ്വൈതം എന്നാണ് പറയുക. അപ്പൊ അദ്വൈതം എന്ന് പറഞ്ഞാൽ താനും ബ്രഹ്മവും ഒന്ന് തന്നെയാണ് എന്ന് അറിയുമ്പോ എന്തുണ്ടാവുന്നു, അത് അറിയുന്നു, വേറെ വേറെ അല്ല എന്ന് മനസ്സിലാക്കുന്നു. അതാണ് മഹാനന്ദ ദ്വൈതം. അപ്പൊ ഇങ്ങനെ ആനന്ദം ഉണ്ടാവുന്നു. താനും ബ്രഹ്മവും ഒന്ന് തന്നെയാണെന്ന് പറയുമ്പോൾ അവർക്ക് ആനന്ദം ഇങ്ങനെ ഉണ്ടാവുകയാണ്. പിന്നെ അവിടെ ഒരു ദുഃഖവും ഇല്ല. ദിശതി, ദിശതി പറഞ്ഞ തരുന്നു അർത്ഥം. കിമത പ്രാർത്ഥിമപരം, കിം പ്ലസ് അത, കിമത ഇതിൽ കൂടുതൽ, പ്രാർത്ഥ്യമപരം ഇനി ഇപ്പോൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്, ഇതിൽ കൂടുതൽ ഇനി എന്താണ് പ്രാർത്ഥിക്കേണ്ടത്. അപ്പോ എന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാല് താനും ബ്രഹ്മവും ഒന്നാണെന്ന് അറിയുമ്പോ അവർക്ക് പരമാനന്ദം ഉണ്ടാവുന്നു. പിന്നെ ഒന്നും നമുക്ക് ഒന്നും പ്രാർത്ഥിക്കാനില്ല അല്ലെ. പരമാനന്ദം കിട്ടിയാൽ പിന്നെ എന്താണ്, മോക്ഷമാണ്. ആ മോക്ഷം കിട്ടിയാൽ പിന്നെ അതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് ഒന്നും കിട്ടാനില്ല. അതാണ് പറയുന്നത് ഇവിടെ. അപ്പൊ പിന്നെ താനും ബ്രഹ്മവും ഒന്നാണെന്ന് അറിയുമ്പോ പിന്നെ നമുക്കൊന്നും പിന്നെ പ്രാർത്ഥിക്കാനായിട്ട് ഒന്നുമില്ല. പിന്നെ നമുക്ക് പരമാനന്ദം മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ മോക്ഷത്തിലേക്ക് എത്തിച്ചേരുന്നു. മേൽപ്പത്തൂർ എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഭക്തി ഇങ്ങനെ കൂടി വരുമ്പോ എന്തുണ്ടാവുന്നു, നമ്മളുടെ ഉള്ളിലെ ക്ലേശങ്ങളും താപങ്ങളും ഒക്കെ ഇല്ലാതെ ആയിത്തീരുന്നു. അങ്ങനെ താപവും ക്ലേശവും ഒക്കെ ഇല്ലാതെ ആയിത്തീരുമ്പോ പിന്നെയും നമ്മളുടെ ഭക്തി വർദ്ധിക്കുമ്പോ എന്തുണ്ടാവുന്നു, ജ്ഞാനം ഉദിക്കുന്നു. നമ്മുടെ ഉള്ളിൽ, ആ ഭക്തന്റെ ഉള്ളില് ജ്ഞാനം ഉണ്ടാകുന്നു. ആ ജ്ഞാനം ഉണ്ടാകുമ്പോ, ജ്ഞാനം പിന്നെയും കൂടി വരുമ്പോ എന്തുണ്ടാവുന്നു, അദ്വൈതം, മഹാനന്ദാദ്വൈതം, താനും ബ്രഹ്മവും ഒന്നു തന്നെയാണ് എന്നുള്ളത് നമ്മളുടെ നമുക്ക് മനസ്സിലാവുന്നു. അങ്ങനെ ബ്രഹ്മവും താനും ഒന്ന് തന്നെയാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ എന്താണ്, പരമാനന്ദം മാത്രമേ ഉള്ളൂ. പിന്നെ വേറൊന്നുമില്ല. പിന്നെ ഒരു ദുഃഖം ഒന്നും ഉണ്ടാവില്ല. ആനന്ദം മാത്രമേ പിന്നെ അവിടെ ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് മോക്ഷം കിട്ടുന്നു എന്ന് പറയാണ്. അപ്പോ നമുക്ക് എന്തേ വേണ്ടു, ഭക്തി മാത്രമേ വേണ്ടൂ. ഭക്തിയിലൂടെ നമുക്ക് എല്ലാതും നേടാൻ പറ്റും. അപ്പോ ഭഗവാനോട് പറയുന്നത്, എന്നുള്ള ഭക്തി കൂട്ടി തരണേ, എനിക്ക് ഭക്തി ഉണ്ടാവണേ. അങ്ങനെ എന്റെ താപങ്ങളും ക്ലേശങ്ങളും ഒക്കെ ഇല്ലാതെയായി, അങ്ങനെ ജ്ഞാനമുണ്ടായി. ജ്ഞാനത്തിലൂടെ എനിക്ക് മോക്ഷവും ആനന്ദമുണ്ടാവുന്നു, പിന്നെ മോക്ഷവും ഉണ്ടാവുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ശ്ലോകത്തിലൂടെ മനസ്സിലാക്കി തരുന്നത് കേട്ടോ. അപ്പൊ ഈ ശ്ലോകം ഞാൻ ഒന്നുകൂടി വായിക്കാം. ഭവത് ഭക്തിസ്താവത് പ്രമുഖമധുരാത്ഗുണരസാൻ കിമപ്യാരൂഢാതേദഖില പരിതാപ പ്രശമനീ പുനശ്ചാന്തേ സ്വാന്തേ വിമല പരിബോധോദയമിളൻ മഹാനന്ദാദ്വൈതം ദിശതി കിമത പ്രാർത്ഥ്യമപരം. അപ്പോ ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ പിന്നെ ഇത് കേൾക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരിലേക്ക്, പഠിക്കണമെന്ന ആഗ്രഹമുള്ള ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോ എന്നിട്ട് പിന്നെ ലൈക്കും ചെയ്യണം. കമന്റും ലൈക്കും ചെയ്യുമ്പോൾ അപ്പോഴാണ് ഇത് ഇഷ്ടമുള്ള ആൾക്കാരിലേക്ക് എത്താനുള്ള ഒരു ഇതും കൂടി ആവും. അതുകൊണ്ട് നിങ്ങൾ കമന്റും ഒക്കെ ചെയ്യുക കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടനും അമർത്തണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്.